different topic that we have to see, which is separation. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതാണ് കുട്ടികളെ മിക്സ്ചേഴ്സിനെ പറ്റിയിട്ട് പഠിച്ചു. മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് കിട്ടുന്ന മിക്സ്ചർ ആണോ? അല്ല. മിക്സ്ചർ എന്ന് പറയുന്നത് എന്താണ്? അഭയൊക്കെ വീഡിയോ ഓൺ ചെയ്തിട്ട് സി ദാറ്റ് ഇസ് എ റൂൾ ഓഫ് കുട്ടികളെ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? മിക്സ്ചറിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് വിച്ച് മിക്സ് അപ്പ്, അല്ല ഒരു പ്രൊപ്പോർഷൻ ഇല്ലാണ്ട് തന്നെ മിക്സ് അപ്പ് ആവുന്ന സാധനങ്ങളെയാണ് മിക്സ്ചർ എന്ന് പറയാം. നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ പഠിച്ചത്? മിക്സ്ചേഴ്സിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാ പഠിച്ചത്? ആരാ പറയാൻ പോണേ? എന്റെ മോളെ എന്തിനെ പറ്റിയിട്ട് എന്താ പഠിച്ചേ? Sand in water. Sand in water is a very good example of mixture. അതേപോലെ വേറെ എന്ത് എക്സാമ്പിൾ ഉണ്ട്? Salt plus water. Salt plus water. Salt in water, sand in water, lime water. അല്ലെങ്കിൽ colloid. Milk is also a mixture. Milk is also a mixture. Air is also a mixture. ഇതെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ മിക്സ്ചേഴ്സിന്റെ പ്രത്യേകത ഏതാണ്? മിക്സ്ചേഴ്സ് ആർ ഫിസിക്കലി മിക്സ് ടുഗെദർ. ദേ നോട്ട് കെമിക്കലി മിക്സ് ടുഗെദർ. ഇവിടെ കുറെ വാട്ടർ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ കൂട്ടത്തിൽ എന്തുണ്ട്? കുറെ ഉപ്പിന്റെ പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഇവരെ വി ക്യാൻ ആക്ച്വലി സെപ്പറേറ്റ് by simple process of by simple physical process നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഫിസിക്കൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വലിച്ചു പിടിച്ച് നീട്ടാമെന്നാണോ അർത്ഥം? വലിച്ചു പിടിച്ച് പുറത്താക്കാന്നാണോ അർത്ഥം? അല്ല. ഹൗ കെൻ യു ചേഞ്ച് ദിസ്? ബൈ സിമ്പിൾ പ്രോസസ് ഓഫ് ഇവാപറേഷൻ. ചൂടാക്കിയാൽ മതി. ചൂടാക്കുമ്പോൾ വെള്ളത്തിന്റെ വഴിക്ക് പോകും. ഉപ്പ് അവിടെ ബാക്കി ഉണ്ടാവും. ഇങ്ങനെ there are many methods of separating out things. Okay, അപ്പൊ നമ്മൾ അതിനെ പറ്റിയിട്ട് പഠിക്കാൻ പോകും. We are going to study about the separation of mixtures. So നമ്മൾ പറഞ്ഞ പല ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ഉണ്ട് അല്ലെ? സോ വി ആർ ഫസ്റ്റ് ഗോയിങ് ടു സീ. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പഠിച്ചതിന് ഒരു ക്ലാരിറ്റി കിട്ടില്ല. സോ ഞാൻ കുറെ കൂടി സ്ട്രക്ചേർഡ് ആയിട്ട് എസ്റ്റംത് വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് എല്ലാവരെയും. ഓൾറൈറ്റ്, ഇത് കുറെ കൂടി ക്ലാരിറ്റിയോടെ മനസ്സിലാവും നമുക്ക്. സെപ്പറേഷൻ ഓഫ് മിക്സ്ചേഴ്സ് ഇത് പഠിച്ചാൽ മതി. യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ആഫ്റ്റർ ദാറ്റ് we'll refer to question answers as well. Maximum question answers ചെയ്യാം. So you'll be thorough with the topics. Okay, so separation of mixtures. First solid in solid mixture നെ പറ്റിയിട്ടാണ് നമ്മൾ പറയാം. എന്നിട്ട് ഉപ്പും ഷുഗറും കൂടിയിട്ട് മിക്സ് ചെയ്തു. നിങ്ങൾ എങ്ങനെയാ മാറ്റാൻ പോകുന്നത്? ഉപ്പും ഷുഗറും കൂടിയിട്ട് മിക്സ് ചെയ്തു, അല്ലെങ്കിൽ ഉപ്പും സാൻഡും കൂടിയിട്ട് മിക്സ് ചെയ്തു, അല്ലെങ്കിൽ ഷുഗറും സാൻഡും കൂടിയിട്ട് മിക്സ് ചെയ്തു. നിങ്ങൾ എങ്ങനെയാ അതിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്? ഹൗ ആർ യു ഗോയിങ് ടു സോൾവ് ദി ഇഷ്യൂ? അയ്യോ, ഷുഗർ മുഴുവനും താഴെ വീണു, 100 കിലോ ഷുഗർ താഴെ വീണു. ഹൗ ആർ യു ഗോയിങ് ടു സോൾവ് ദി ഇഷ്യൂ? എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? പറഞ്ഞേ. 100 കിലോ എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല അല്ലെ? ഹൗ ആർ യു ഗോയിങ് ടു സോൾവ് ദി ഇഷ്യൂ? പറഞ്ഞേ നോക്കട്ടെ. ആർക്കാണ് കോമൺ സെൻസ് ഉള്ളത്? Sulfur plus sand. എന്താ? Sulfur plus sand. Sulfur plus sand. Sulfur is going to get dissolved in carbon disulfide. Carbon disulfide is another liquid. അപ്പൊ അതില് അലിയും. അപ്പൊ സാൻഡ് ബാക്കി തങ്ങി നിൽക്കും. അപ്പൊ ആ സാൻഡിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയും. എന്നിട്ട് കാർബൺ ഡൈസൾഫൈഡിൽ നിന്ന് സൾഫറിനെ നമ്മൾ പുറത്തിറക്കും. ഓക്കെ, പറ വീഡിയോ ഓൺ ചെയ്തിരിക്കും. പറ, ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദിസ് അഗൈൻ ആൻഡ് അഗൈൻ. സാഗർ പറ, ഒക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കും. വൈ ആർ യു ഗൈസ് ഡൂയിങ് ഇറ്റ്? എത്ര പ്രാവശ്യം അത് പറയണം? വീഡിയോ ലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ശരി. Now coming to the next topic, which is last one, sulfur plus, which is what? Solvent use ചെയ്തിട്ട് ചെയ്യുന്നത് കഴിഞ്ഞു. സോൾവെന്റ് യൂസ് ചെയ്യുന്നതിൽ we have studied 2 examples. സോൾവെന്റ്, കറക്റ്റ് സോൾവെന്റ് യൂസ് ചെയ്യുന്നതിൽ നമ്മള് 2 എക്സാമ്പിൾസ് പഠിച്ചു. അതായത് എന്തിന്റെയൊക്കെ പഠിച്ചു? സോൾട്ട് ആൻഡ് ഷുഗർ, salt or sugar plus sand. ഷുഗർ പ്ലസ് സാൻഡും പഠിച്ചു. അതുപോലെ തന്നെ രണ്ടാമത് പഠിച്ചതാണ് സൾഫർ എസ് ആണ്, പ്ലസ് സാൻഡിന്റെ കാര്യവും പഠിച്ചു. സൾഫർ എന്ന് പറയുന്നത് കാർബൺ ഡൈസൾഫൈഡ് വെച്ചിട്ടാണ് നമ്മൾ അലിയിപ്പിക്കുന്നത് എന്നുള്ളതും പഠിച്ചു. Now moving on to the second one, which is what? Sublimation. All right, sublimation എന്ന് പറയുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. See, when you say for example, we are going to have another stuff. Okay, I'm going to give you another puzzle, which is what? I'm just going to record. See, second method is sublimation. What is meant by sublimation? എപ്പോഴും നമ്മൾ ഇപ്പൊ ഐസിനെ ചൂടാക്കി എന്ന് വിചാരിച്ചു. ഐസിനെ ചൂടാക്കിയ what is going to happen? So, ice is going to get melted onto water. വെള്ളമായിട്ട് മാറും. Water is going to get vaporized to steam, right? അപ്പോ എന്താ സംഭവിക്കുക? സോളിഡ് got converted into liquid and then liquid got converted into steam.
that is gaseous form like converted, right? See, solid to liquid conversion nammal melting ennu parayum. This is known as melting. This is known as melting, all right? But then if in case the solid skips the step, ee step illande directly gaseous form like poi vicharicho, solid got directly converted into gaseous form, which is happening in camphor. Camphor te vellam ningal kandattiya, it is going to directly get converted into gaseous form. ഇങ്ങനെ പോകുന്നതിനെ sublimation എന്ന് പറയും. This is known as sublimation. That is, solid when heated is directly going to get converted into gaseous form without getting converted into liquid form. Liquid form ആവാണ്ട് തന്നെ gaseous form ലേക്ക് converted ആയി. ഇതിനെ നമ്മൾ sublimation എന്ന് പറയും. lecture note എഴുതാനായിട്ട് കുട്ടികളെ. All right, so we are going to separate things using sublimation. Adendade, say for example we have sand and camphor. Sand and camphor to parate or mixture into the nature. What are we going to do? We are going to simply heat it. So what is going to happen to camphor? Camphor is going to sublime. Sublime it is going to evaporate off and sand will be left behind. This is what is going to happen. Note area and note area taniye. Now there are quite a few sublimable substances as well. I'll just introduce you to them. This is ammonium chloride is a sublimable substance. Liquid avaliya. Adepole iodine is a sublimable substance. Camphor, karpuram, naphthalene, parte kudya. Anthracene again നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. Anthracene ഒക്കെ petroleum jellies use anthracene എന്ന് പറയുന്ന സാധനം. All these are sublimable substances. Okay, ipo idinte or example kudi parnittu ningal note edukka. All right, so now what is going to happen is, say for example uppu undu vicharicho, say ingane korchu uppu undu and there is ammonium chloride with this ammonium chloride with a lot of salt is there. Now what is going to happen? Nammade ammonium chloride is sublimable aanu ningalku ariyam. You will have to learn these examples. Ammonium chloride sambhavam sublimable aanu. Now what are we going to do? നമ്മൾ എന്താ ചെയ്യാനെന്ന് വെച്ചാൽ ഇവിടെ ഹീറ്റ് ചെയ്യും. സോ എനിക്ക് എന്ത് വേണം? അമോണിയം ക്ലോറൈഡ് വേണം അല്ലെ? അമോണിയം ക്ലോറൈഡ് വേണം, ഉപ്പും വേണം. നമ്മൾ ഈ സോൾട്ടിനെ അമോണിയം ക്ലോറൈഡിനെയും കൂട്ടിയിട്ട് ഹീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? അമോണിയം ക്ലോറൈഡ് ചാടി പുറത്തേക്ക് പോകും അല്ലെ? നമുക്ക് ഇതിനെ പിടിക്കണം. അപ്പൊ ഇതിനെ പിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നമ്മള് ഒരു ഇൻവേർട്ടഡ് ഫണൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇവിടെ മുഴുവനും കുറെ കോട്ടൺ വെച്ചിട്ട് അടയ്ക്കും. സോ നൗ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? അമോണിയം ക്ലോറൈഡ് മുകളിലേക്ക് വന്നിട്ട് ഇത് കാരണം ഇവിടെ തങ്ങി നിന്നിട്ട് ഇവിടെ മുഴുവനും സെപ്പറേറ്റഡ് ഔട്ട് ആയിട്ട് ഇവിടെ സോളിഡിഫൈ ആവും അമോണിയം ക്ലോറൈഡ്. നൗ യു ആർ ഗോയിങ് ടു റിമൂവ് ദിസ് ഫണൽ ആൻഡ് ആക്ച്വലി സെപ്പറേറ്റ് ഔട്ട് ദ അമോണിയം ക്ലോറൈഡ്. ദാറ്റ് ഈസ് വാട്ട് യു വിൽ ബി ഡൂയിങ്. മനസ്സിലായോ ഹൗ ദിസ് വർക്ക്ഡ്? ഓൾ റൈറ്റ്. So ammonium chloride ഇന്റെയും അതേപോലെ അമോണിയം ക്ലോറൈഡ് സബ്ലൈമബിൾ ആണെന്ന് അറിയാം. അതേസമയം കോമൺ സോൾട്ട് സബ്ലൈമബിൾ അല്ല. കോമൺ സോൾട്ടും അമോണിയം ക്ലോറൈഡും കൂടിയിട്ട് നമ്മളൊരു ചൈന ഡിഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിഷിനെ ചൈന ഡിഷ് എന്ന് പറയാം. അതിന് നമ്മളൊരു ട്രൈപോഡ് സ്റ്റാൻഡിൽ വെച്ചു. ട്രൈപോഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യും? ചൈന ഡിഷിനെ നമ്മുടെ ഇൻവേർട്ടഡ് ഫണൽ വെച്ചിട്ട് കവർ ചെയ്യും. So what all do we have? We have salt. We have ammonium chloride inside. Ammonium chloride is also inside. Now what do we do? നമ്മള് കുറച്ച് ലൂസ് കോട്ടൺ വെച്ചിട്ട് ഇവിടെ പ്ലഗ് ചെയ്യും. So that the end is not open. All right, then we heat the mixture. Then what happens? Mixture heat ചെയ്യുമ്പോഴത്തേക്ക് അമോണിയം ക്ലോറൈഡ് അങ്ങനെ വേപ്പറൈസ് ചെയ്തിട്ട് ഈ ഫണലിന്റെ കോൾഡ് എൻഡ് വരുമ്പോഴേക്കും ഇവിടെ ഡെപ്പോസിറ്റ് ഉണ്ടാവും. After some time you just remove the funnel and separate out the ammonium chloride. This is how you are going to separate. മനസ്സിലായോ കുട്ടികളെ? Yes. Already ni എഴുതിക്ക് തനി എഴുതിക്കോ. മനസ്സിലായതുപോലെ say how easy it is. No, we already know this. Appo next is what? See ഇതിൽ എന്താ വെച്ചാ നോൺ സബ്ലൈമബിൾ സബ്സ്റ്റൻസും കൂടിയിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് ചോക്ക്, സാൻഡ്, അയൺ ഫൈലിംഗ്സ് ഒക്കെ നോൺ സബ്ലൈമബിൾ ആണ്. Now the third way in which you are going to remove is using magnets. ഇപ്പൊ സേ ഒരു മിക്സ്ചറിൽ അയൺ ഉണ്ടെന്ന് വിചാരിച്ചോ, അതിന്റെ കൂടെ എന്തോ ആയിക്കോട്ടെ, സൾഫർ പ്ലസ് അയൺ. ഓക്കെ, സൾഫർ പ്ലസ് അയൺ, വാട്ട് ഇസ് ദ ബെസ്റ്റ് വേ? അയണിനെ Fe എന്നാണ് പറയാം. സൾഫർ പ്ലസ് അയൺ.
All right. Now നമുക്ക് തോന്നുന്നു okay സൾഫറിനെ നമുക്ക് അലിയിപ്പിച്ചെടുക്കാൻ എന്തിനാണ് കഷ്ടപ്പെടുന്നത്? ചുമ്മാ ഒരു മാഗ്നറ്റ് കൊണ്ടുപോയാൽ പോലെ മാഗ്നറ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാഗ്നറ്റ് is going to attract the iron, attract the iron filings and sulfur is going to be left behind. Okay, നമ്മൾ ഈ ഫാക്ടറീസിലൊക്കെ ഉണ്ടല്ലോ സ്ക്രേപ്പ് അയൺ, നമ്മൾ കുറെ വേസ്റ്റ് മെറ്റീരിയൽസ് സ്ക്രേപ്പ് അയൺ എടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണിത്. ഒരു വലിയ ക്രെയിൻ ഉണ്ടാവും, ആ ക്രെയിനില് ഇലക്ട്രോ ഐ ഡോണ്ട് നോ ഇഫ് ഐ പുട്ട് ഇതില്ല അതുപോലെ. ഓക്കെ, അപ്പൊ ഇതേപോലെയാണ് ഇത് കണ്ടോ, സൾഫറും ഇതും കൂടിയിട്ട് മിക്സ് ചെയ്തു. അപ്പൊ യു പോയിന്റ് സെപ്പറേറ്റ് ചുമ്മാ മാഗ്നറ്റ് വെക്കും, പടപടേന്ന് ഇത് ക്ലീൻ ഔട്ട് ആവും. ഇറ്റ്സ് വെരി സിമ്പിൾ സ്റ്റെപ്പ്. സി വലിയ ഫാക്ടറീസിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹീപ്സ് ഓഫ് വേസ്റ്റ് ഉണ്ടാവും, ഹീപ്സ് ഓഫ് വേസ്റ്റ്. സോ ദർ വിൽ ബി ലൈക്ക് എ ക്രെയിൻ, ക്രെയിനില് ഒരു വലിയ ഒരു സാധനം ഇലക്ട്രോ മാഗ്നറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. ഇലക്ട്രോ മാഗ്നറ്റ്, ഇലക്ട്രിസിറ്റി പാസ് ആകുമ്പോൾ ദിസ് വിൽ ബിഹേവ് ആസ് എ മാഗ്നറ്റ്. All the scrap iron is going to get attached to this particular magnet. ഈ ക്രെയിന് അപ്പുറത്തേക്ക് പോകും, വേറൊരു സ്ഥലത്തേക്ക് പോകും. ഇലക്ട്രിസിറ്റി സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇതിന്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടും. എവറി സിംഗിൾ അയൺ പീസ് ഇസ് ഗോയിങ് ടു ഫോൾ ഡൗൺ ടു അനദർ ലൊക്കേഷൻ. ഇങ്ങനെ ആയിരിക്കും നടക്കുക. അതിന് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് യൂസ് ചെയ്യുക. ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ മാത്രം മാഗ്നറ്റിന്റെ സ്വഭാവം കാണിക്കുന്നതിനാണ് ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറയാം. യു ആർ ക്ലിയർ വിത്ത് ദിസ്? മനസ്സിലായോ? All right. So next separation is of course magnetic separation. Magnetic property illavarum mattavarum non magnetic സാധനങ്ങളും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ we use a simple magnet. So go through it. ഏതൊക്കെ പറഞ്ഞു? ഒന്ന് solvent യൂസ് ചെയ്യണം, രണ്ടാമത് എന്താ പറഞ്ഞ sublimation പറഞ്ഞു, മൂന്നാമത് എന്താ പറഞ്ഞ magnetic separation പറഞ്ഞു. മനസ്സിലായല്ലോ? 3 സംഭവങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. Now coming to another thing. അപ്പൊ നെക്സ്റ്റ് എന്താ? അപ്പൊ സോളിഡ് ആണ് ഇത്ര നേരം പറഞ്ഞത്. സോളിഡ് ടു സോളിഡില് എന്തൊക്കെ ഉണ്ടായിരുന്നു? സോളിഡ് ടു സോളിഡ് ചുമ്മാ അങ്ങ് മിക്സ് ചെയ്യുന്നതിന്റെയാണ് പറഞ്ഞത്. വിച്ച് ഇസ് വാട്ട്? സോൾവെന്റ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത് എന്താണ് പറഞ്ഞത്? സബ്ലിമേഷൻ. ആൻഡ് മൂന്നാമത് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി മാഗ്നറ്റിക് സെപ്പറേഷൻ. All right, this is solid to solid. Okay, now coming to ഒരു സോളിഡിനെ പിടിച്ചിട്ട് ലിക്വിഡിൽ ഒഴിച്ചു എന്ന് വിചാരിച്ചോ. സോളിഡിനെ പിടിച്ചിട്ട് ലിക്വിഡിൽ ഇട്ടു. How are you going to separate salt and water? എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും? അല്ലെങ്കിൽ സാൻഡ് ആൻഡ് വാട്ടർ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യും? റൈറ്റ് ഇറ്റ് ഡൗൺ. സോൾട്ട് പ്ലസ് വാട്ടർ, സാൻഡ് പ്ലസ് വാട്ടർ എഴുതിയ. സോൾട്ട് പ്ലസ് വാട്ടർ, സാൻഡ് പ്ലസ് വാട്ടർ എങ്ങനെയാണ് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാൻ പോണെന്ന് എഴുതിയ. റൈറ്റ് ഇറ്റ് ഡൗൺ. രണ്ട് കാര്യങ്ങൾ അപ്പൊ തന്നെയായി. ഒന്ന് ഫിൽട്രേഷൻ, രണ്ടാമത് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഇവാപറേഷൻ. ഫിൽട്രേഷൻ എന്ന് പറയുന്നത് എന്താ? വി ഹാവ് സംതിങ് നോൺ ആസ് എ ഫിൽറ്റർ പേപ്പർ വിച്ച് ഇസ് ലൈക്ക് എ റൗണ്ട് പേപ്പർ. അതില് എന്താണ് ഗുണം എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് കുട്ടി 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 ഹോൾസ് ഉണ്ടാവും. Lot of millions of it's like a tea strainer, but then the holes are going to be of a very 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 small size, tiny holes ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് നേക്കഡ് ആയി വെച്ചിട്ട് കാണാൻ പറ്റില്ല. സോ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ കൂടി, ഈ ഫിൽറ്റർ പേപ്പറിന്റെ ഉള്ളിൽ കൂടിയിട്ട് പാസ് ആവുന്ന ആൾക്കാരായിരിക്കാം. വെള്ളം ഇതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഷൂ എന്ന് പറഞ്ഞ് പാസ് ആവും. ഓയിൽ ക്യാൻ ആക്ച്വലി ഗോ ത്രൂ ദിസ്. പക്ഷെ സാൻഡ് അതേപോലത്തെ സാധനങ്ങൾ ഒന്നും, സേ നമ്മൾ ഫ്ലോർ ഇട്ടു എന്ന് വെച്ചാൽ അതൊക്കെ കുറേയൊക്കെ മുകളിൽ തന്നെ തങ്ങി നിൽക്കും. ഓക്കെ, ഓൾ ദോസ് തിങ്സ് ആർ നോട്ട് ഗോയിങ് ടു ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, അപ്പൊ ഈ ഫിൽറ്റർ പേപ്പർ ഇസ് ദർ, അതിൽ റൗണ്ട് പീസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ആൻഡ് ആ റൗണ്ട് പീസിൽ മില്യൺസ് ഓഫ് ഹോൾസ് ഉണ്ട്. ലിക്വിഡ്സിന് ഉള്ളിൽ കൂടി വരാം. സോ വാട്ട് ആർ വി ഗോയിങ് ടു ഡു? ഇപ്പൊ സാൻഡ് പ്ലസ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫണൽ എടുത്തു. ഓൾറൈറ്റ്, ഒരു ഫണൽ എടുത്തിട്ട് ഇവിടെ നമ്മൾ ബീക്കർ വെച്ചു. ആൻഡ് ദെൻ വാട്ട് ആർ വി ഗോയിങ് ടു ഡു? വി ആർ ഗോയിങ് ടു പുട്ട് ഇൻ എ ഫിൽറ്റർ പേപ്പർ ലൈക്ക് ദിസ് ഓവർ ഹിയർ. എന്നിട്ട് നമ്മുടെ സൊല്യൂഷൻ എടുത്തു. ഒരു സൊല്യൂഷൻ എടുത്തിട്ട് വാട്ട് ആർ വി ഗോയിങ് ടു ഡു? നമ്മൾ ആ സൊല്യൂഷൻ ഇങ്ങോട്ട് pour ചെയ്തു. So sand ഉണ്ട്, water ഉണ്ട്. Water is going to be coming over here and sand is going to come and തങ്ങി നിൽക്കൽ over here. ഇവിടെ തങ്ങി നിൽക്കും. That is what is going to happen. Tea strainer tea നിൽക്കുന്നത് പോലെ. So this thing which actually stays back is known as a residue. ഇങ്ങനെ stay back ചെയ്യുന്ന സാധനത്തിന് നമ്മൾ എന്താ പറയാ? Residue എന്നാണ് പറയാ. Solid which remains behind on the filter paper is known as a residue. And what is this? This is filtrate. Filtrate എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് വിച്ച് പാസസ് ത്രൂ ദ ഫിൽറ്റർ പേപ്പർ, അതിനെ നമ്മൾ ഫിൽട്രേറ്റ് എന്ന് പറയും. മനസ്സിലായോ? ത്രൂ താഴേക്ക് വരുന്നതിനെ ഫിൽട്രേറ്റ് എന്ന് പറയും. ഓൾറൈറ്റ്, എഴുതിയേ, വേഗം എഴുതിയേ, കാണാണ്ട് എഴുത്, നോക്കല്ലേ. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ പല ഇപ്പൊ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ഹൗ വാസ് ഇറ്റ് ക്ലീൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there are multiple ways. കുറേ ഒരു രീതിയിൽ അല്ലാതെ ക്ലീൻ ചെയ്യണം.
സോ ഡ്രിങ്കിങ് വാട്ടറിൽ എന്തൊക്കെ ഉണ്ടാവും? ഇപ്പൊ പുഴയെ കൂടി ഒഴുകുന്ന വെള്ളമായിരിക്കും നമ്മൾ എടുത്ത് കുടിക്കുക അല്ലെ? ആ പുഴയെ കൂടി ഒഴുകുന്ന വെള്ളത്തിൽ കുറെ പറയുന്ന പോലെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങൾ ഉണ്ടാവും, കുറെ ചെളി ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ ജേംസ് ഉണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ വാട്ട് ആർ വി ഗോയിങ് ടു ഡു ഇൻ ഓർഡർ ടു ക്ലീൻ ദിസ് ഔട്ട്? സിറ്റീസിലെ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് ആരാണ്? വാട്ടർ വർക്ക്സ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ഹു ഈസ് സപ്ലൈയിങ് ദി ഡ്രിങ്കിങ് വാട്ടർ? വാട്ടർ വർക്ക്സ് ആണ് ചെയ്യുക. ഓക്കെ, അപ്പൊ വാട്ടർ വർക്ക്സ് എവിടെ നിന്നാ വെള്ളം എടുക്കണേ? മഴയിൽ നിന്നാണോ? അല്ല. ഇറ്റ് ഇസ് ഓൾവേസ് ഡൺ യൂസിങ് ഒന്നില്ലെങ്കിൽ റിവർ വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ലേക്ക് വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ റിസർവോയേഴ്സ് ഉണ്ടാവും, റിസർവോയേഴ്സ്. ഓക്കെ, ഇവിടെ നിന്ന് വെള്ളം എടുക്കും. പക്ഷെ ഇതില് കുറെ ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. ഇതിനെ പ്യൂരിഫൈ ചെയ്യണം. അപ്പൊ പല ഡിസോൾവ് ആയിട്ടുള്ളത് ഉണ്ടാവും, സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. സസ്പെൻഡഡ് എന്ന് പറഞ്ഞാൽ തങ്ങി നിൽക്കുന്ന ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും, ജേംസ് ഉണ്ടാവും, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. സോ പല മെത്തേഡ്സ് ഇവർ യൂസ് ചെയ്യും ഇൻ ഓർഡർ ടു ഫിൽറ്റർ ഇറ്റ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ചെയ്യുന്നത് ഈ വാട്ടർ വർക്ക്സ്. ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഇപ്പൊ റിസർവോയർ ഉണ്ടെന്ന് വിചാരിച്ചു. റിസർവോയറിൽ നിന്നും ആദ്യം തന്നെ ഒരു പമ്പിംഗ് സ്റ്റേഷൻ വഴി സെഡിമെന്റേഷൻ ടാങ്കിലേക്ക് പോകും. ഫസ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? സെഡിമെന്റേഷൻ ടാങ്ക്. സോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ സെഡിമെന്റേഷൻ ടാങ്ക്? ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു സാധനം, ഇപ്പൊ ചെളി വെള്ളം എടുത്തു വിചാരിച്ചോ. ചെളിയുള്ള വാട്ടർ ആണ്. ഓൾറൈറ്റ്, ഇപ്പൊ ചെളിയുള്ള വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അനക്കാതെ വെച്ചാൽ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് സെറ്റിൽഡ് ആവും, സെഡിമെന്റ് ആവും അല്ലെ? ചെളി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഴുക്ക് എന്ന് പറയുന്നത്, ഡസ്റ്റ്, മണ്ണ് എന്ന് പറയുന്നത്, ക്ലേ is going to sediment. It is going to settle down. താഴെ വന്ന് സെറ്റിൽ ഡൗൺ ചെയ്യും. ഇതിനെ സെഡിമെന്റേഷൻ എന്ന് പറയും. അപ്പൊ മുകളിലത്തെ വെള്ളം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. മുകളിലത്തെ വെള്ളം കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. Now this is going to go into another tank which is known as a loading tank. Loading tank എന്ന് ഇനി ഒരു ടാങ്കിലേക്ക് പോകും. ലോഡിംഗ് ടാങ്ക്. ലോഡിംഗ് ടാങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ആലം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം നമ്മൾ ആഡ് ചെയ്യും. ആലത്തിന്റെ പ്രത്യേകത എന്താ? ആ ആലം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ ഇനിയും ചെളി ഉണ്ടെന്ന് വിചാരിച്ചു. കുഞ്ഞു പാർട്ടിക്കിൾസ് ഓഫ് ചെളിയാണ്. ഈ ആലം പോയിട്ട് ആ ചെളിയുടെ മുകളിൽ പോയിട്ട് പിടിക്കും. ആലം എന്ത് ചെയ്യും? ആ ചെളിയുടെ മുകളിൽ പോയിട്ട്, അപ്പൊ കുട്ടി ചെളി ഈസ് ദർ. Say this is a loading tank. Okay, ഇതാണ് നമ്മുടെ ലോഡിംഗ് ടാങ്ക്. അപ്പൊ ഇവിടെ ക്ലേ, ഇവിടെ ക്ലേ പാർട്ടിക്കിൾസ് ഉണ്ട്. ഭയങ്കര ഡിസോൾവ് ആയിട്ടുള്ള ക്ലേ പാർട്ടിക്കിൾസ് ആണ്. ഇത് വന്ന് സെഡിമെന്റ് ആവണില്ല, ബിക്കോസ് ദേ ആർ വെരി സ്മോൾ. Now I am adding alum to this. ആലത്തിനെ ഞാനൊരു ഇതിലെടുത്തിട്ട് ആലം ആഡ് ചെയ്തു. ആലം ആഡ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ, ഇത് കുറച്ച് ഹെവിയാണ്. ഇത് പോയിട്ട് ഇതിന്റെ മുകളിൽ പിടിക്കും. അപ്പൊ ഇത് മൊത്തത്തിൽ ഹെവി ആവും. Now it starts settling down. ഇത് ഭയങ്കര ഹെവി ആയത് കാരണം ഇത് സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങും. മനസ്സിലായോ ഞാൻ പറഞ്ഞത് എങ്ങനെയാന്ന്? ഓക്കെ, അപ്പൊ ആലം is added onto the loading tank. It goes and gets attached itself to the clay. എന്നിട്ട് ഇവർ രണ്ടുപേരും ഹെവി ആയത് കാരണം they start settling down. So once this is done, എന്താ പറ്റുന്നത്? വീണ്ടും വെള്ളം എടുക്കും. വെള്ളം മുകളിലേക്ക് എടുക്കും. എന്നിട്ട് it is going to the filtration tank. Filtration tankൽ obviously it is going to filter it out. ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അരിപ്പ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. So what is a natural filtration which is going to happen? We are not talking about 1 liter or 2 liter of water. We are talking about gallons, billions of gallons of water, right? അപ്പൊ ഇതിനെ എങ്ങനെയാ ചെയ്യാ? ഒരു മിനിറ്റ് പറ. Now coming to the filtration. എങ്ങനെ ഫിൽട്രേഷൻ ചെയ്യാ? സോ ഫസ്റ്റ് ഇപ്പൊ സേ വെള്ളത്തിന് ഫൈൻ ഗ്രെയിൻസ്. അപ്പൊ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് എന്തുണ്ടാവും? ഫൈൻ സാൻഡ് ഫൈൻ ആയിട്ടുള്ള സാൻഡ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി തരി ഉള്ള മണ്ണ്, കോഴ്സ് സാൻഡ് എന്നാണ് പറയാ. തരി ഉള്ള മണ്ണ് ഉണ്ടാവും. പിന്നെ താഴത്തെ ലെവലിൽ ഉണ്ടാവും പെബിൾസ് ഉണ്ടാവും. പെബിൾസ്. ഇതിന്റെ ഇടയിൽ കൂടി വെള്ളം വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഫിൽട്രേഷന്റെ എഫക്റ്റ് ആണ് അല്ലെ? സാധനങ്ങളൊക്കെ ഇപ്പൊ പ്ലാസ്റ്റിക് ഉണ്ടെന്ന് വിചാരിച്ചു, ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇതിന്റെ മുകളിൽ തങ്ങി നിൽക്കും. സോ ഇതിൽ കൂടിയിട്ട് നല്ല വെള്ളം അപ്പുറത്തെ സൈഡിലേക്ക് വരും. This is almost a clear water. So filtration ആരാ ചെയ്യണം? Who does the filtration? Filtration actually 3 layers ഉണ്ട്. Fine sand, coarse sand and gravel. അതിന്റെ ഇടയിൽ കൂടിയിട്ട് വെള്ളം വരുമ്പോൾ you get clear water. ഈ വാട്ടറില് ഇനി ജേംസിനെ മാറ്റാൻ what do we do? Chlorine ഇടും. So now once chlorination is done, you send it to the pumping station. ഈ പമ്പിംഗ് സ്റ്റേഷനിൽ വാട്ടർ സ്റ്റോറേജ് ടാങ്കിൽ കൊണ്ടിട്ട് വെള്ളം നിറയ്ക്കും. എന്നിട്ട് നമ്മൾ വീടുകളിലേക്ക് സപ്ലൈ ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ്? റിസർവോയറിൽ നിന്നും പമ്പിംഗ് സ്റ്റേഷനിലേക്ക് വരും. അവിടെ നിന്ന് സെഡിമെന്റേഷൻ ടാങ്കിൽ അനക്കാതെ വെക്കും. That all the particles get sedimented. താഴെ വന്ന് വീഴും.
Then you move on to the next tank, which is aluminum. Aluminum is clay model, jelly model. അതിൽ ആ ആലം പോയിട്ട് പറ്റി പിടിച്ചിട്ട് ആ ക്ലേനെ മുഴുവൻ താഴെ സെഡിമെന്റ് ചെയ്യിപ്പിക്കും, താഴെ സെറ്റിൽ ചെയ്യും. And after that it goes to the filtration tank. Filtration tankil എന്താ സംഭവിക്കുക? ഫിൽറ്റർ ആരാ ചെയ്യണേ? 3 പേര് ചെയ്യും. ഫൈൻ സാൻഡ് ആണ് ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയറിൽ കോഴ്സ് സാൻഡ് ആണ്, തേർഡ് ലെയറിൽ ഗ്രേവൽ ആണ്. വിച്ച് ഇസ് ഗ്രേവൽ മീൻസ് കുട്ടി കുട്ടി പെബിൾസ് പോലത്തെ സാധനം. ആൻഡ് ദെൻ മൂവിങ് ഓൺ ടു, അപ്പൊ ഫിൽട്രേഷൻ കഴിഞ്ഞ് വരുന്ന വെള്ളം അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും. നൗ വാട്ട് ഹാപ്പൻസ്? ക്ലിയർ വാട്ടറിൽ പക്ഷെ ജേംസ് ഉണ്ടാവും. ആ ജേംസിനെ കൊല്ലാനായിട്ട് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യും. ദെൻ അത്യാവശ്യം നല്ല ഡിസിൻഫെക്റ്റഡ് ആയിട്ടുള്ള വെള്ളത്തിനെ നമ്മൾ പമ്പ് ചെയ്തിട്ട് വാട്ടർ സ്റ്റോറേജ് ടാങ്കിലേക്ക് അയക്കും. ആ വാട്ടർ സ്റ്റോറേജ് ടാങ്കിൽ നിന്നും എല്ലാ സ്ഥലത്തേക്കും വീടുകളിലേക്കും ഇത് പമ്പ് ചെയ്യും. എന്നിട്ട് വായിക്കാം. എഴുതിക്കോ. എന്തൊക്കെയാ പറഞ്ഞിട്ട് സെപ്പറേറ്റഡ് യൂസിങ് സെഡിമെന്റേഷൻ. യു ഓൾറെഡി നോ സെഡിമെന്റേഷൻ. ലോഡിങ് എന്താണ്? ആലം നമ്മൾ ഇട്ടിട്ട് നമ്മൾ ലോഡ് ചെയ്തിട്ട് ക്ലേനെ താഴത്തേക്ക് വെക്കുന്ന. ക്ലോറിനേഷൻ യു ആർ ഓൾറെഡി അവയർ, ക്ലോറിൻ വെക്കുന്നത്. Filtration you are already aware, we are doing it using sand. Decantation എന്ന് പറയുന്നത്, decantation means, but say for example we have something like this. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ say ഇത് വെള്ളം is there, alright, water is there. ഇവിടെ full water ആണ്. And താഴെ ഇത്തിരി സാൻഡ് ഉണ്ട് വിചാരിച്ചോ. നമ്മൾ ഇതിനെ കമഴ്ത്തിന്ന് വിചാരിച്ചോ. പതുക്കെ കമഴ്ത്തുമ്പോ ഈ വെള്ളം മാത്രം ഇപ്പുറത്തേക്ക് വരില്ലേ? വെള്ളം മാത്രം ഇപ്പുറത്തേക്ക് വരില്ലേ? ആ പ്രോസസ്സിനെയാണ് ഡീകാന്റേഷൻ എന്ന് പറയാം. സോ ഇൻ ദിസ് പെർട്ടിക്കുലർ കേസ് ഇഫ് യു സീ, നമ്മൾ ബോളിൽ നിന്ന് വെള്ളത്തിനെ മാത്രം എടുക്കണം അല്ലെ? ദിസ് ഇസ് നോൺ ആസ് ഡീകാന്റേഷൻ. ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് ഡീകാന്റേഷൻ. സെഡിമെന്റ് ചെയ്തിട്ട് മുകളിലത്തെ സാധനത്തിന് മാത്രം വലിച്ചെടുക്കുന്നതിന് ഡീകാന്റേഷൻ എന്ന് പറയും. നൗ റീഡ് ത്രൂ ദിസ്. വായിച്ച് നോക്കണേ, എഴുതിയിട്ട് വായിക്കണേ കുട്ടികളെ, എന്നാലേ അത് കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് സെൻട്രിഫ്യൂഗേഷൻ. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കൊളോയിഡൽ സൊല്യൂഷൻസ്, ഇപ്പൊ കൊളോയിഡൽ ആവണം നിർബന്ധമൊന്നും കേട്ടോ. കൊളോയിഡൽ സൊല്യൂഷൻസിനെ ശരിക്കും സെപ്പറേറ്റ് ചെയ്യാനാണ് സാധാരണഗതിയിൽ സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യുക. സോ സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ നോക്കിയാൽ commonly used in colloids, പക്ഷേ we can use it even to separate sand and water. Sand and water പോലത്തെ സാധനങ്ങൾ ഉൾപ്പെടെ സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ കൊളോയിഡ്സിന്റെ 2 നല്ല എക്സാമ്പിൾസ് ആണ്. ഒന്ന് മിൽക്ക്, അടുത്തത് ബ്ലഡ്. ഓക്കെ, ബ്ലഡില് നമ്മൾ ചെയ്യുന്നത്. സോ വാട്ട് ഇസ് സെൻട്രിഫ്യൂഗേഷൻ? അപ്പൊ നമ്മുടെ ഇപ്പൊ സേ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചോ. അപ്പൊ നല്ല കടും ചുവപ്പ് നിറത്തിലുള്ള ചോര, ഓക്കെ, ഈ ചോര നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് കുത്തി നിറച്ചിട്ട് വി ആക്ച്വലി സെൻഡ് ടു എ സെൻട്രിഫ്യൂഗേഷൻ മെഷീൻ. സെൻട്രിഫ്യൂഗേഷൻ മെഷീനില് ഈ സാധനം ഇട്ടിട്ട് ഇതിനെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് കറക്കും. ഇതാണ് സെൻട്രിഫ്യൂഗേഷൻ മെഷീൻ. ഇത് അങ്ങ് നന്നായിട്ട് കറക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഹെവിയർ പാർട്ടിക്കിൾസ് അങ്ങേ അറ്റത്ത് പോയി സെറ്റിൽ ഡൗൺ ചെയ്യും. ഹെവിയർ പാർട്ടിക്കിൾസ് ദൂരേക്ക് പോയി സെറ്റിൽ ഡൗൺ ചെയ്യും. ലൈറ്റ് പാർട്ടിക്കിൾസ് കം അപ്പ് ടു ദ ടോപ്പ്. നിങ്ങൾ തൈര് കടയുന്നത് കണ്ടിട്ടുണ്ട്? വെണ്ണ എടുക്കാനായിട്ട് തൈര് കടയുന്നത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു. നമ്മുടെ കൃഷ്ണന് പണ്ട് തൈര് കടന്നിട്ട് പരിപാടിയില്ലേ? കൃഷ്ണൻ, നമ്മുടെ പണ്ടത്തെ കൃഷ്ണൻ. ഓക്കെ, അപ്പൊ കൃഷ്ണൻ ഇപ്പൊ തൈര് കടയുമ്പോഴത്തേക്ക് ഇങ്ങനെ കടഞ്ഞ് എന്ത് സംഭവിക്കും? ഫാറ്റ് which is lighter comes to the top and heavier particle which is water settles down at the bottom. So centrifugation is a method by which the particles in mixture is ഭയങ്കര സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും, ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫൈൻ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് കം ടു ദ ടോപ്പ് ആൻഡ് ഹെവിയർ പാർട്ടിക്കിൾസ് സെറ്റിൽസ് ഡൗൺ അറ്റ് ദ ബോട്ടം. അതേസമയം ബാക്കി പാർട്ടിക്കിൾസ് കം അപ്പ് ടു ദ ടോപ്പ്. ഓക്കെ, ഹെവിയർ പാർട്ടിക്കിൾ ഇപ്പൊ സേ ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഇപ്പൊ ഇത് നോക്കിക്കോ, ഇതിൽ മിൽക്ക് എടുത്തു എന്ന് വിചാരിച്ചോ. മിൽക്ക് അല്ലെങ്കിൽ കേർഡ് എടുത്തു. ആ കേർഡിന് നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത ഫാറ്റ് അറ്റ് ടോപ്പ് ആയിരിക്കും. അതേസമയം ലിക്വിഡ് അറ്റ് ബോട്ടം ആയിരിക്കും. ഓൾറൈറ്റ്, അതേപോലെ തന്നെ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ സാൻഡ് ആൻഡ് വാട്ടർ എടുത്തു വിചാരിച്ചോ. സാൻഡ് പ്ലസ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ സാൻഡ് വിൽ സെറ്റിൽ അറ്റ് ദ ബോട്ടം ആൻഡ് വാട്ടർ വിൽ ബി അറ്റ് ടോപ്പ്. ദിസ് വിൽ ബി അറ്റ് ടോപ്പ്. മനസ്സിലായോ എങ്ങനെയാ സംഭവം? ഏതാണോ ലൈറ്റർ ദാറ്റ് ഇസ് ഗോയിങ് ടു കം അപ്പ്, ഏതാണോ ഹെവിയർ ദാറ്റ് ഇസ് ഗോയിങ് ടു ഗോ ഡൗൺ. ഓൾറൈറ്റ്, അപ്പൊ ബ്ലഡില് തന്നെ, ബ്ലഡിന്റെ കാര്യം പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. പ്ലാസ്മ സെപ്പറേറ്റ് ആവും, ബ്ലഡിന്റെ കോമ്പണൻസ് എല്ലാം സെപ്പറേറ്റ് ആവും. ദാറ്റ് ഇസ് ഹൗ യു ആർ ഗോയിങ് ടു ആക്ച്വലി ചെക്ക് ദ ബ്ലഡ്.
ഓക്കെ, ബ്ലഡിൽ എത്ര RBCs ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, എത്ര WBCs ഉണ്ട് ചെക്ക് ചെയ്യണം സെൻട്രിഫ്യൂഗേഷൻ വെച്ചിട്ടാണ്. So centrifugation എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ഇൻ ഓർഡർ ടു സെപ്പറേറ്റ് ദ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്. സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെ മാറ്റാനുള്ള നല്ലൊരു മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെയും ലിക്വിഡിൽ നിന്ന് മാറ്റാനുള്ള സംഭവം. ഇവർ രണ്ടുപേരെ എന്ത് ചെയ്യും? ഈ മിക്സ്ചറിനെ നമ്മൾ പഠിച്ചിട്ട് സെൻട്രിഫ്യൂഗൽ മെഷീൻ അല്ലെങ്കിൽ ഇൻഫാക്ട് ചുമ്മാ ഹൈ സ്പീഡിൽ കറക്കുന്നതിനെയാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ബ്ലഡിന്റെ കാര്യത്തിൽ യൂസ് ചെയ്യും, വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യും. വാഷിംഗ് മെഷീനിലെ തുണികൾ ഇട്ടിട്ട് കറക്കുമ്പോഴത്തേക്കും ആ വെള്ളം ഇസ് ഗോയിങ് ടു ഗോ ടു ദ എക്സ്ട്രീംസ്. അങ്ങനെയാണ് വെള്ളം നമ്മുടെ തുണികൾ ഡ്രൈ ആണ്. കാരണം വെള്ളം സെപ്പറേറ്റ് ഔട്ട് ആവില്ലേ, വെള്ളം ദൂരേക്ക് പോകും. ആ വെള്ളത്തിന് പിടിച്ച് ഓട്ട വഴി പുറത്തേക്ക് കളയും. ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. സോ ദ മിക്സ്ചർ, സോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ? ഒരു ലിക്വിഡ് എടുത്തു, അതിലെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഉണ്ട്, ഒരു ടെസ്റ്റ് ട്യൂബിൽ വെച്ചു. നൗ യു ആർ ഗോയിങ് ടു പുട്ട് ഇറ്റ് ടു എ സെൻട്രിഫ്യൂഗൽ മെഷീൻ. എന്നിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ബോട്ടം വരും, ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ടോപ്പിലേക്ക് വരും. ക്ലേ പാർട്ടിക്കിൾസിനെ നമുക്ക് വെള്ളത്തിൽ നിന്നും സെൻട്രിഫ്യൂഗേഷൻ വഴി മാറ്റാൻ പറ്റും. ഓക്കെ, ഇതേപോലെ തന്നെ ലിക്വിഡ് ആണോ ഫാറ്റ് ആണോ? എന്താ മോനെ എന്നിട്ട് പറയും? ഫാറ്റ് ആണ് കൂടുതൽ ഏതില്? ഈ സെൻട്രിഫ്യൂഗേഷൻ ചെയ്തില്ലേ? എനിക്ക് കേൾക്കുന്നില്ല ഡാനി, നിങ്ങൾ അപ്പം മ്യൂട്ട് ഇട്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് സോ നൗ കമ്മിങ് ടു എഗൈൻ. അപ്പൊ ക്രീമിനെ ഫാറ്റിൽ നിന്ന് മാറ്റുന്നത് എങ്ങനെയാ? മിൽക്ക് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു സാധനം. മിൽക്ക് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ക്രീം ആക്ച്വലി. ഓയിൽ ഇൻ വാട്ടർ. ഓയിൽ ആക്ച്വലി ഫാറ്റിനെ ഓയിൽ പ്ലസ് വാട്ടറിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വി ക്യാൻ സേ ഫാറ്റ് പ്ലസ് വാട്ടറിനെയാണ് നമ്മൾ മിൽക്ക് എന്ന് പറയാം. സോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? നമ്മൾ ഇതിനെ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുമ്പോൾ ക്രീം ഇസ് ഗോയിങ് ടു ഗെറ്റ് സെപ്പറേറ്റഡ്. ഓക്കെ, ആ ഫാറ്റിനെയാണ് നമ്മൾ ക്രീം എന്ന് പറയുക. പാലിന്റെ ഫാറ്റിനെ നമ്മൾ ക്രീം എന്ന് പറയും. That is going to get separated. Cream obviously it is ഭയങ്കര lighter ആണ് compared to the liquid. Alright, അതുകൊണ്ട് this comes to the top. Cream comes to the top, അതേസമയം liquid comes to the bottom. This is what is going to happen. Okay, so this is a centrifugation machine. കറക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ ഒരു കാര്യം അറിയുന്നത്, മിൽക്കിനെ നമ്മൾ ഒരു ക്ലോസ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് വലിയ മെഷീൻ സെൻട്രിഫിക്കേഷൻ മെഷീനിൽ എടുത്തു. ക്രീമിനെ മാറ്റി കുറച്ച് പാല് താഴെ തന്നെ എന്ത് വിചാരിച്ചു, ഫുൾ ക്രീം മാറ്റിയില്ലെങ്കിൽ സ്കിംഡ് മിൽക്ക് എന്ന് പറയുന്ന സാധനം കിട്ടും. അതായത് ക്രീം മേജർ ഫാറ്റ് കണ്ടന്റ് മാറ്റിയിരിക്കുന്ന മിൽക്ക്, അതിനെയാണ് സ്കിംഡ് മിൽക്ക് എന്ന് പറയാം. ഇപ്പൊ ഈ ഫാറ്റ് നമ്മുടെ ഡയറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർ സ്കിംഡ് മിൽക്ക് കഴിക്കും അല്ലെ. അതേപോലെ വാഷിംഗ് മെഷീൻ ഓൾസോ യൂസസ് ദിസ് പെർട്ടിക്കുലർ സെൻട്രിഫിക്കേഷൻ ഇൻ ഓർഡർ ടു ഡ്രൈ ദ ക്ലോത്ത്സ്. ഓക്കെ, ഒരിക്കൽ എഴുതിയിട്ട് വായിച്ചു നോക്കിയുടെ കുട്ടികളെ, എഴുതിയിട്ട് വായിച്ചേ. We studied first നമ്മൾ എന്താ പഠിച്ചത്? സോളിഡ് പ്ലസ് സോളിഡ് പഠിച്ചു അല്ലെ. സോളിഡ് പ്ലസ് സോളിഡിന് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ടായിരുന്നു? വാട്ട് ഓൾ ഡിഡ് വി സ്റ്റഡി? വി സ്റ്റഡീഡ് അബൌട്ട് സോൾവെന്റിനെ യൂസ് ചെയ്യുന്നത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചു? സബ്ലിമേഷൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പഠിച്ചു? വി സ്റ്റഡീഡ് അബൌട്ട് മാഗ്നറ്റിക് സെപ്പറേഷൻ. ദെൻ വാട്ട് ഡിഡ് വി സ്റ്റഡി? സോളിഡിനെ ലിക്വിഡിൽ ഇടുന്നതിന്റെ കാര്യം പറഞ്ഞു. അതിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? വി സ്റ്റഡീഡ് അബൌട്ട് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ് പഠിച്ചു. ആൻഡ് ദെൻ വി സ്റ്റഡീഡ് അബൌട്ട് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ് പഠിച്ചു. സി, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫിൽട്രേഷനിലാണെന്നുണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗേഷനിൽ ജനറലി അൺഡിസോൾവ്ഡ് സോളിഡ് ആണ്. അതായത് നമ്മൾ മണ്ണിനെ സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫാറ്റ് എന്ന് പറയുന്നത് ഡിസോൾവ് ചെയ്യത്തില്ല. അങ്ങനത്തെ സാധനങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ രണ്ട് സാധനങ്ങൾ യൂസ് ചെയ്യുക. ബട്ട് ദെൻ വാട്ട് ഇഫ് ദ സോളിഡ് ആക്ച്വലി ഡിസോൾവ്സ് ഇൻ? അപ്പൊ ഡിസോൾവ്ഡ് സോളിഡിനെ എടുത്തു വിചാരിച്ചോ, ഡിസോൾവ്ഡ് സോളിഡിന്റെ കൂട്ടത്തിൽ വെള്ളം ഇട്ടു വിചാരിച്ചോ, വാട്ട് ആർ വി ഗോയിങ് ടു ഡു? അതിന്റെ എക്സാമ്പിൾ ആണ് ഷുഗർ പ്ലസ് വാട്ടർ. വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ഇങ്ങനത്തെ കാര്യങ്ങളിൽ വി യൂസ് ഇവാപ്പറേഷൻ, അല്ലെങ്കിൽ ഇനി വരും ഇവാപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാം, ക്രിസ്റ്റലൈസേഷൻ യൂസ് ചെയ്യാം, അതേപോലെ ക്രോമാറ്റോഗ്രഫി, ഡിസ്റ്റിലേഷൻ. അവിടെ ഇരിക്കട്ടെ. ഇവാപ്പറേഷൻ ഇസ് എ വെരി ഈസി പ്രോസസ്, വി ഓൾ നോ ദാറ്റ്. അപ്പൊ ഇത് അലിഞ്ഞ ഒരു സാധനമാണ്, സോൾട്ട് ആണെന്ന് വിചാരിച്ചോ. ലിക്വിഡ്സ് ഫാസ്റ്റ് ആയിട്ട് വേപ്പറൈസ് ആയിട്ട് പോകും. ലിക്വിഡ് എന്ന് പറയുന്നത് ചുമ്മാ ഉപ്പുവെള്ളം നമ്മൾ ഇതിനകത്ത് ഇട്ടു, കുറെ ഉപ്പുവെള്ളമാണ്, നമ്മൾ കൊണ്ടുപോയിട്ട് വെയിലത്ത് വെച്ചു, അല്ലെങ്കിൽ നമ്മൾ അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ വേപ്പേഴ്സ് ആർ ഗോയിങ് ടു ഗോ ഔട്ട് ആൻഡ് സോൾട്ട് ഇസ് ഗോയിങ് ടു ഗെറ്റ് ബിഹൈൻഡ്. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. സോ കോമൺ സോൾട്ടിനെ വെള്ളത്തിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു മെത്തേഡിനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യാം.
See, this is an actual process which is going to be used in production of salt. അപ്പൊ ഈ സോൾട്ടിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സീ വാട്ടറിനെ നമ്മൾ ട്രാപ്പ് ചെയ്യും ഇങ്ങനത്തെ കുഞ്ഞു പ്ലേസസിൽ കൊണ്ടിട്ട് അല്ലെങ്കിൽ കായലുകളിലൊക്കെ നമ്മൾ വെള്ളത്തിന് കെട്ടി നിർത്തും എന്നിട്ട് ചുമ്മാ വെയിൽ കൊള്ളിപ്പിക്കും അതിനെ വെയിൽ കൊള്ളിപ്പിക്കുമ്പോഴത്തേക്കും വാട്ടർ ഗെറ്റ്സ് ഇവാപറേറ്റഡ് ആൻഡ് സോൾട്ട് ഗെറ്റ്സ് ലെഫ്റ്റ് ബിഹൈൻഡ് ഇങ്ങനെയാണ് നമ്മുടെ സോൾട്ട് ആക്ച്വലി ഉണ്ടാക്കുന്നത് സോ അതേസമയം നമുക്ക് നമ്മള് ലാബിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഡൈന്റെ കാര്യം അവിടെ ഇരിക്കട്ടെ ഓക്കെ ഇവാപറേഷൻ നമുക്ക് ഒന്നുകൂടി നോക്കാം സോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇപ്പൊ ഉപ്പ് ആക്ച്വലി ഉണ്ടാക്കണമെങ്കിൽ നാച്ചുറലി ഉണ്ടാക്കണമെങ്കിൽ സീ വാട്ടറിന്റെ ഷാലോ ലേക്ക് വലിയ ലേക്കിലാണ് ആക്ച്വലി കെട്ടി നിർത്തണം നമ്മൾ പടത്തിൽ കാണുമ്പോൾ എനിക്ക് ചെറുതായിട്ട് തോന്നുമായിരിക്കും പക്ഷെ നമ്മള് ശരിക്കും അതിന് ഇത് നോക്കി നീ എഴുതണ്ട ഐ വാണ്ട് യു ടു റൈറ്റ് ഇറ്റ് ഓൺ യുവർ ഓൺ സോ ദാറ്റ് അത് ഓർമ്മ നിൽക്കാൻ വേണ്ടിട്ട് എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്ന അഭയൊക്കെ വീഡിയോ ഓൺ ചെയ്തിരിക്കുക അദ്വൈത് ഫറ ഭഗത് എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കുക ഭഗത് ഉണ്ട് സോ സീ വാട്ടറിനെ നമ്മൾ ലേക്കിൽ പിടിച്ച് ട്രാപ്പ് ചെയ്യും ലേക്കിൽ പിടിച്ച് ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവാപറേറ്റ് ചെയ്തിട്ട് അവിടെ കുറെ സെറ്റിൽ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് സൺ അതിനെ ഇവാപറേറ്റ് ചെയ്യിപ്പിക്കും ഇതിന്റെ കോമൺ സോൾട്ട് ഇസ് ആക്ച്വലി ലെഫ്റ്റ് ബിഹൈൻഡ് ഇനി കമ്മിങ് ടു ഇപ്പൊ ബ്ലൂ ഇങ്ക് എടുത്തു ബ്ലൂ ഇങ്ക് ആക്ച്വലി ആ ഇങ്ക് എടുത്തു നമുക്ക് കളേർഡ് കോമ്പണന്റ്സിന്റെ ലിക്വിഡിൽ അലിയുന്നതാണ് ഇങ്ക് എന്ന് പറയുന്നത് ഒരു കളർ ഉണ്ട് സോളിഡ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ട് ആ സോളിഡ് കളറ് ലിക്വിഡ് അലിയുന്നതാണ് ബ്ലൂ ഇങ്ക് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യും ആ സോളിഡ് കോമ്പണന്റിനെ എങ്ങനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്യും ആക്ച്വലി നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഇവാപറേഷൻ യൂസ് ചെയ്യാം ഇതിനെ ഇൻഡയറക്റ്റ് ഇവാപറേഷൻ എന്ന് പറയും നമ്മൾ ഈ ഇങ്കിനെ ഒരു കുപ്പി ഇങ്കിനെ എടുത്തിട്ട് നമ്മൾ ഒരു സാധനത്തിൽ ഇട്ടിട്ട് ചുമ്മാ ചൂടാക്കി വെച്ചാൽ കരിഞ്ഞ് നാറണക്കല്ലോ കരിഞ്ഞു അപ്പൊ നമുക്ക് ചുമ്മാ ചൂടാക്കാൻ പറ്റില്ല ദിസ് ഇസ് നോൺ ആസ് ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് സോ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ചൂടാക്കുന്നത് വെള്ളത്തിന് കയറി ചൂടാക്കും വെള്ളം ചൂടായിട്ട് സ്റ്റീമായിട്ട് ഈ സാധനത്തിനെ ചൂടാക്കും പതുക്കെ എന്നിട്ട് ഇതിന്റെ ഇങ്കിന്റെ വാട്ടർ മാത്രം ഇവാപറേറ്റ് ചെയ്യും ഇങ്കിന്റെ ഡൈ ഇസ് ഗോയിങ് ടു ലെഫ്റ്റ് ബിഹൈൻഡ് മനസ്സിലായോ ഡൈ മാത്രമായിട്ട് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ദിസ് ഇസ് നോൺ ആസ് ഇൻഡയറക്റ്റ് ഇവാപറേഷൻ ഇൻഡയറക്റ്റ് ആയിട്ട് ചൂടാക്കും ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് ഇൻഡയറക്റ്റ് ഇവാപറേഷൻ അല്ല ഇൻഡയറക്റ്റ് ഹീറ്റിംഗ് മനസ്സിലായോ ഇത് ബ്ലൂ ഇങ്ക് എന്തിന്റെ ഇതാണ് മിക്സ്ചറാണ് കുറെ സാധനം ലിക്വിഡ് ഉണ്ട് കൂട്ടത്തിൽ പല കളേഴ്സും ഉണ്ട് അതിന് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി സെപ്പറേഷൻ ഓഫ് കളേഴ്സ് കുറച്ച് കഴിഞ്ഞിട്ട് മാം ഒന്നുകൂടി പറഞ്ഞു ഓക്കെ എന്താണ് മനസ്സിലാവാത്തത് പറയൂ ഒരു കോൾ വന്നപ്പോ സൈലന്റ് ആയി പോയി അതാ പിള്ളേർ നിങ്ങളുടെ നെറ്റ് സംഭവം അതേപോലെ തന്നെ ഫോൺ വരുമ്പോ ഒക്കെ അതെന്നെ കൊണ്ട് പറയും സോ ഡിസഡ്വാൻറ്റേജസ് എന്താന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പോ ഒരു സൊല്യൂഷന് ഹീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചു ഇത് ഡ്രൈ ആവുന്നത് വരെ നമ്മൾ ഹീറ്റ് ചെയ്യും അപ്പൊ ഉപ്പ് വെള്ളം തന്നെ നമ്മൾ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡ്രൈനെസ് വരെ ഹീറ്റ് ആവും അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറി ചിലപ്പോ ഇത് ബേൺ ഔട്ട് ആക്ച്വലി ഇങ്ക് തന്നെ ചിലപ്പോ കരിഞ്ഞു പോകും അല്ലെ ഇങ്ക് കരിഞ്ഞു പോലെ ഭയങ്കര ഡ്രൈ ആവും അങ്ങനെ വരുമ്പോ ഇത്രയും ഡ്രൈ ആവുമ്പോ പൗഡറി ആയിട്ടായിരിക്കും ഉപ്പ് കിട്ടുന്നത് പോലെ ഭയങ്കര പൗഡർ ആയിട്ടായിരിക്കും മാനേജ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇഷ്യൂ എന്താന്ന് പറഞ്ഞാൽ ഉപ്പ് വെള്ളത്തിനെ തന്നെ നമ്മൾ ചൂടാക്കി ഉപ്പിന്റെ കൂടെ ഇത്തിരി മണ്ണുണ്ട് വിചാരിച്ചോ ഈ മണ്ണ് ഇവിടെ തന്നെ ഉണ്ടാവും മണ്ണ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും ഇംപ്യൂരിറ്റീസ് വിച്ച് ആർ ഡിസോൾവ് ആർ ഗോയിങ് ടു റിമെയിൻ ആസ് സച്ച് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഹീറ്റ് ചെയ്യണം അല്ലെ ഇവാപറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹീറ്റ് ചെയ്യണം അപ്പൊ ഹീറ്റായി ചിലപ്പോ സോളിഡ് മേ ഗെറ്റ് ബേൺഡ് കരിഞ്ഞു പോകും ഓക്കെ അതല്ല ഇനി സോളിഡ് ഒപ്റ്റെയിൻ ആവുന്നത് തന്നെ ഭയങ്കര പൗഡറി ആയിട്ട് ഒപ്റ്റെയിൻ ചെയ്യും ഇനി മൂന്നാമത്തെ മേജർ ഡിസഡ്വാൻറ്റേജസ് ദാറ്റ് ഇംപ്യൂരിറ്റീസ് ആ സോളിഡിൽ തന്നെ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് മനസ്സിലായോ ഓക്കെ നോട്ട് ചെയ്തിട്ട് വായിച്ചു നോക്കിയുടെ കുട്ടികൾ